ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തമിഴ്നാട്ടുകാരുടെയൊക്കെ ട്രഡീഷണലായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയാലോ. ചിക്കൻ ചിന്താമണിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 40 ചെറിയ ഉള്ളി, 4 തണ്ട് കരിയാപ്പില, 4 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള 2 ഇഞ്ച് കഷ്ണങ്ങൾ, 15 വറ്റൽമുളക് അരി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി തേങ്ങ കൊത്തും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച്, ചട്ടി തന്നെ വയ്ക്കണം. ചിക്കൻ ചിന്താമണി എപ്പോഴും ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. ചട്ടി തന്നെ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് എള്ളെണ്ണ, ചിലയിടങ്ങളിൽ എള്ളെണ്ണ എന്നാണ് പറയുന്നത്. അത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുതൽ പെരിഞ്ചീരകവും നല്ല ജീരകവും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് കായപ്പൊടിയും കരിയാപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊരു ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ചുമന്ന് വരുമ്പോൾ, അതായത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിന് ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 2 ചെറിയ സവാള ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിക്ക് ഷോർട്ടേജ് ആയതുകൊണ്ട് 2 ചെറിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ നമ്മൾ നല്ലെണ്ണ തന്നെ ചേർക്കണം, ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. അതേപോലെ തന്നെ ചട്ടിയിൽ തന്നെ ഇത് വയ്ക്കുകയും വേണം. നമ്മൾ അതിട്ട് കൊടുത്ത് കുറച്ച് കരിയാപ്പിലയും കുറച്ച് തേങ്ങയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുക അരി കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് നിങ്ങൾക്ക് 2ആയിട്ട് വേണമെങ്കിൽ മുറിച്ചിടാം, അല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. പക്ഷേ അതിൻ്റെ അരി ഒരു കാരണവശാലും അതിൽ ചേർക്കരുത്, എരി കൂടിപ്പോകും. നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം ഞാനതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനധികം മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചിക്കൻ ചിന്താമണിക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പം ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലപോലെ വഴട്ടിയെടുക്കാം. അതൊരുപാട് ഉടഞ്ഞൊന്നും പോകരുത്, തക്കാളിക്കൊന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് എല്ലില്ലാത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ചിക്കൻ ചിന്താമണി ഉണ്ടാക്കുന്നത് നാടൻ ചിക്കനും കൊണ്ടാണ്. നാടൻ ചിക്കനും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം. അത് മാത്രമല്ല അതിലേക്ക് വെള്ളം ചേർത്താൽ മാത്രമേ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പം ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അത് ഞാൻ ഒരു ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ചു വെച്ചപ്പോഴത്തേന് അതിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് വേണം ഈ ചിക്കൻ വേവാൻ, അല്ല എങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി അത് നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ നല്ലപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. നല്ലപോലെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 5 to 7 മിനിറ്റ്സ് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വെന്ത് വറ്റി വന്നിട്ട് വരും. അത് നല്ലപോലെ ഇപ്പോൾ വറ്റി നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂണ് എള്ളെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനതിനോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ ചിന്താമണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെയും കഴിക്കാം. വെറുതെ വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.